1979 ജൂൺ 30 ഗോവയിലെ മോർമുഗാവോ തുറമുഖത്ത് ഒരു വലിയ ചരക്കുകപ്പൽ യാത്രയ്ക്കായി തയ്യാറെടുക്കുകയായിരുന്നു. അതിന്റെ പേര് MV കൈരളി. കേരള ഷിപ്പിംഗ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കപ്പൽ. കേരളത്തിന്റെ അഭിമാനം, കേരളത്തിന്റെ സ്വന്തം കപ്പൽ. അന്ന് രാവിലെ കപ്പലിൽ തിരക്കേറിയ അന്തരീക്ഷമായിരുന്നു. 20,000 ടണ്ണിലധികം ഇരുമ്പുമായി ജർമ്മനിയിലെ റോസ്റ്റോക്ക് തുറമുഖത്തേക്കായിരുന്നു യാത്ര. ഇടയ്ക്ക് ജിബൂട്ടിയിൽ ഇന്ധനം നിറയ്ക്കാനും പദ്ധതിയുണ്ടായിരുന്നു. കപ്പലിൽ ഉണ്ടായിരുന്നത് 51 ജീവനക്കാർ. ഇവരിൽ മലയാളികളും ഉണ്ടായിരുന്നു. ചിലർ പുതുതായി ജോലിയിൽ പ്രവേശിച്ചവർ, ചിലർക്ക് മാസങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങാനുള്ള സ്വപ്നങ്ങൾ. ആർക്കും അറിയില്ലായിരുന്നു അത് അവരുടെ അവസാന യാത്രയാകുമെന്ന്. MV കൈരളിയുടെ കഥ തുടങ്ങുന്നത് അതിനും വർഷങ്ങൾക്ക് മുൻപാണ്. 1966 നോർവേയിൽ നിർമ്മിക്കപ്പെട്ട ഒരു കപ്പൽ. അന്നത്തെ പേര് ഓസ്കാർ സോട്ട്. പിന്നീട് കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ വാങ്ങി പുതിയ പേര് നൽകി, കൈരളി. കേരളത്തിന്റെ പേര് വഹിച്ച് ലോക സമുദ്രങ്ങളിലൂടെ സഞ്ചരിച്ച കപ്പൽ. അന്ന് കേരളത്തിന് സ്വന്തമായ ഒരു കപ്പൽ എന്നത് തന്നെ വലിയ അഭിമാനമായിരുന്നു. സംസ്ഥാനത്തിന്റെ കടൽ വാണിജ്യ സ്വപ്നങ്ങളുടെ പ്രതീകമായിരുന്നു കൈരളി. ലോകത്തിന്റെ പല തുറമുഖങ്ങളിലും അത് എത്തിയിരുന്നു. പക്ഷെ 1979 ജൂലൈ ആദ്യവാരം എല്ലാം മാറിമറിഞ്ഞു. ജൂലൈ 1, 2, 3 തീയതികളിൽ കപ്പലിൽ നിന്ന് റേഡിയോ സന്ദേശങ്ങൾ ലഭിച്ചു. എല്ലാം സാധാരണ നിലയിലായിരുന്നു. യാത്ര തുടരുന്നതായും പ്രശ്നങ്ങളൊന്നുമില്ലെന്നും അറിയിച്ചിരുന്നു. ശേഷം നിശബ്ദത. ഒരൊറ്റ സന്ദേശം പോലും ഇല്ല. റേഡിയോ മൗനം. കടലിന്റെ നടുവിൽ എവിടെയോ MV കൈരളി അപ്രത്യക്ഷമായി. ജൂലൈ 8 ജിബൂട്ടിയിൽ എത്തേണ്ട കപ്പൽ എത്തിയില്ല. ആദ്യം ചിലർ കരുതിയത് ആശയവിനിമയ പ്രശ്നമാകാമെന്നാണ്. 1 ദിവസം, 2 ദിവസം, 3 ദിവസം കാത്തിരിപ്പ് നീണ്ടു. ഒടുവിൽ കപ്പൽ കാണാതായെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. ഇന്ത്യൻ നാവികസേനയെ വിവരമറിയിച്ചു. വിമാനങ്ങൾ തിരച്ചിലിനിറങ്ങി. യുദ്ധക്കപ്പലുകൾ കടലിലേക്ക് പോയി. 100 കണക്കിന് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പരിശോധിച്ചു. എന്നാൽ ഒരു കഷ്ണം ഇരുമ്പ് പോലും കണ്ടെത്താനായില്ല. ഒരു ലൈഫ് ബോട്ട് പോലും, ഒരു മൃതദേഹം പോലും, ഒരു അടയാളം പോലുമില്ല. അറബിക്കടൽ മുഴുവൻ വിഴുങ്ങിയതുപോലെ കൈരളി അപ്രത്യക്ഷമായി. ഇന്നും ലോകത്തെ ഏറ്റവും ദുരൂഹമായ സമുദ്ര ദുരന്തങ്ങളിലൊന്നായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ ചോദ്യം 46 വർഷമായി അനുത്തരിതമാണ്. അന്വേഷകർ പല സാധ്യതകളും മുന്നോട്ട് വെച്ചു. ആദ്യത്തേത് ഇരുമ്പയിരിന്റെ ദ്രവീകരണം. കടുത്ത മഴയുള്ള മൺസൂൺ കാലമായിരുന്നു. ഇരുമ്പയിരിൽ അധിക ഈർപ്പം ഉണ്ടായിരുന്നെങ്കിൽ അത് ദ്രാവക സ്വഭാവം കൈവരിക്കാം. ഇങ്ങനെ സംഭവിച്ചാൽ കപ്പലിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും. മിനിറ്റുകൾക്കുള്ളിൽ കപ്പൽ മറിഞ്ഞേക്കാം. മറ്റൊരു വാദം കപ്പൽ അമിതഭാരം കയറ്റിയിരുന്നു എന്നതാണ്. ശേഷിയേക്കാൾ കൂടുതൽ ചരക്ക് കയറ്റിയിരുന്നു എന്നാണ് ചില ആരോപണങ്ങൾ. വലിയ തിരകളിൽ ചരക്ക് ഒരു വശത്തേക്ക് നീങ്ങിയാൽ കപ്പലിന് നിയന്ത്രണം നഷ്ടമാകാം. മൂന്നാമത്തെ വാദം കാലാവസ്ഥ. അറബിക്കടലിൽ മൺസൂൺ കാലത്ത് രൂപപ്പെടുന്ന ഭീമൻ തിരകൾ. ഇന്ന് റോക്ക് വേവ്സ് എന്ന് വിളിക്കുന്ന അസാധാരണ ഉയരമുള്ള തിരകളെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിവുണ്ട്. ചിലപ്പോൾ 80 അടി ഉയരത്തിൽ വരെ തിരകൾ ഉയരും. അത്തരം തിരകളിൽപ്പെട്ടാൽ വലിയ കപ്പലുകൾ പോലും അപകടത്തിലാവാം. നാലാമത്തെ വാദം റഡാർ തകരാർ. യാത്ര തുടങ്ങുമ്പോൾ കപ്പലിന്റെ റഡാർ പൂർണ്ണ സജ്ജമായിരുന്നില്ലെന്ന ആരോപണവും പിന്നീട് ഉയർന്നു. അഞ്ചാമത്തെ വാദം കടൽ കൊള്ളക്കാർ. ചിലർ വിശ്വസിച്ചത് കപ്പൽ ആക്രമിക്കപ്പെട്ടിരിക്കാമെന്നാണ്. എന്നാൽ അതിന് വ്യക്തമായ തെളിവുകളൊന്നും ഒരിക്കലും ലഭിച്ചില്ല. വർഷങ്ങൾ കടന്നുപോയി. അന്വേഷണങ്ങൾ നടന്നു. കേസുകൾ ഫയൽ ചെയ്തു. പക്ഷേ സത്യം മാത്രം പുറത്തു വന്നില്ല. കപ്പൽ കണ്ടെത്താനായില്ല. ജീവനക്കാരെ കണ്ടെത്താനായില്ല. അവരുടെ കുടുംബങ്ങൾക്ക് മറുപടി ലഭിച്ചില്ല. ഇവിടെയാണ് ഈ കഥ കൂടുതൽ വേദനാജനകമാകുന്നത്. കടലിൽ ഒരു കപ്പൽ നഷ്ടപ്പെട്ട കഥ മാത്രമല്ല ഇത്. 51 കുടുംബങ്ങളുടെ കഥ കൂടിയാണ്. അച്ഛനെ കാത്തിരുന്ന മക്കളുടെ കഥ, ഭർത്താവിനെ കാത്തിരുന്ന ഭാര്യമാരുടെ കഥ, മകനെ കാത്തിരുന്ന മാതാപിതാക്കളുടെ കഥ. പല വീടുകളിലും വർഷങ്ങളോളം പ്രതീക്ഷ അണഞ്ഞില്ല. ഒരു ദിവസം വാതിൽ തുറന്ന് അവർ തിരികെ വരുമെന്ന വിശ്വാസം, ഒരു ഫോൺ കോൾ വരുമെന്ന പ്രതീക്ഷ, ഒരു വാർത്ത ലഭിക്കുമെന്ന കാത്തിരിപ്പ്. പക്ഷേ ആ കാത്തിരിപ്പ് ഇന്നും അവസാനിച്ചിട്ടില്ല. കാലം കടന്നുപോയി. കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ തന്നെ ചരിത്രത്തിന്റെ ഭാഗമായി പോയി. പുതിയ തലമുറകൾ വന്നു.
പഴയ ഓർമ്മകൾ മങ്ങി. എന്നാൽ MV കൈരളിയുടെ രഹസ്യം മാത്രം ഇന്നും നിലനിൽക്കുന്നു. കടലിന്റെ അടിത്തട്ടിൽ എവിടെയെങ്കിലും ആ കപ്പൽ ഇപ്പോഴും കിടക്കുന്നുണ്ടാകുമോ? അതോ കൊടുങ്കാറ്റിൽ തകർന്നു ചിതറിയോ? അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അറിയാൻ കഴിയാത്ത മറ്റെന്തെങ്കിലും സംഭവിച്ചോ? ആർക്കും അറിയില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിന്റെ സമുദ്ര ചരിത്രത്തിൽ ഏറ്റവും വലിയ ദുരൂഹതയായി MV കൈരളി ഇന്നും തുടരുന്നു. 46 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ചോദ്യം ഇപ്പോഴും ബാക്കിയുണ്ട്. എവിടെയാണ് MV കൈരളി? അറബിക്കടലിന്റെ ഏതോ ഇരുണ്ട ആഴങ്ങളിൽ, അല്ലെങ്കിൽ ചരിത്രത്തിന്റെ അനുത്തരിതമായ ഒരു അധ്യായത്തിൽ? കേരളത്തിന്റെ ടൈറ്റാനിക് ഇന്നും നിശബ്ദമായി ഉറങ്ങിക്കിടക്കുകയാണ്.